സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് എനിക്ക് പറ്റിയ ഒരു സൈബർ ക്രൈമിൻ്റെ കാര്യം വിവരിക്കാനാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിത് കേട്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏത് നിമിഷവും നമ്മളോട് ഇത്തരത്തിലുള്ള ഒരു ക്രൈം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചുറ്റും കണ്ണ് നട്ടിരിക്കുന്ന കുറേ ആൾക്കാർ ഉണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടിയുള്ളത് നമ്മുടെ ഫോണിൽ വരുന്ന മെസ്സേജുകൾ നമ്മൾ കൃത്യമായി നോക്കുകയും അതിൻ്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതിൽ പ്രവർത്തിക്കാൻ. ഞാൻ നിസ്സാരമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും അതിൽ പറഞ്ഞതനുസരിച്ച് ഒരു പെർമിഷൻ, ജസ്റ്റ് ഒരു പെർമിഷൻ ഞാൻ കൊടുക്കുകയും ചെയ്തിരുന്നു. ആ ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഏകദേശം 1,00,000 രൂപ, 99,867 രൂപ പോവുകയുണ്ടായി. പോകാനുണ്ടായ സാഹചര്യം, ഞങ്ങളുടെ ഒരു വണ്ടിക്ക് പെറ്റി വന്നു, റെഡ് സിഗ്നൽ വയലേഷനാണ് പെറ്റി എന്നൊക്കെ പറഞ്ഞാണ് എനിക്ക് ഒരു മെസ്സേജ് വരുന്നത്. ഞാൻ അതിൽ വന്ന പരിവാഹൻ ആപ്പ് ഗവൺമെൻറ്റിൻ്റെ ആപ്പാണ്. അത് ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. അത്തരത്തിലുള്ളൊരു ആപ്പ് വന്നപ്പോൾ ഞാൻ കരുതി അപ്ഡേറ്റഡ് വെർഷൻ ആയിരിക്കും എന്ന് കരുതി ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ തേർഡ് പാർട്ടി ആപ്പിൽ നിന്നാണ്, വാട്സപ്പ് വഴിയാണ് വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അത് ഇൻസ്റ്റാൾ ചെയ്തു. അതിന് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പെർമിഷൻ കൊടുത്തു. ആ പെർമിഷൻ കിട്ടുന്നതോടും കൂടി അത് അയച്ച ആൾക്കാർക്ക് അതുവഴി എൻ്റെ ഫോൺ ഹാക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ വരുന്ന മെസ്സേജുകളും എൻ്റെ ഫോണിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഡേറ്റാസും എടുക്കാനുള്ള പെർമിഷനാണ് ഞാൻ കൊടുത്തത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും പെർമിഷൻ കൊടുത്തു, ഞാനത് ഇൻസ്റ്റാൾ ആക്കി. പിറ്റേ ദിവസം എനിക്ക് വൈകുന്നേരം ഒരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നു. അത് യാദൃശ്ചികമായിട്ട് വന്നതാണ്, യാദൃശ്ചികമായിട്ടാണ് ഇത്. തികച്ചും അവരുടെ ഭാഗ്യവും എൻ്റെ ഭാഗ്യദോഷവും കൊണ്ടാണ് കൃത്യം ആ സമയത്ത് തന്നെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ആക്കാനും പിറ്റേന്ന് ആ എമൗണ്ട് വരാനും ഉണ്ടായ ഒരു സാഹചര്യം. ആ എമൗണ്ട് വന്നതും കൃത്യം 1.5 മണിക്കൂറിനകത്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് 8 ട്രാൻസാക്ഷനായിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 99,867 രൂപ പോവുകയുണ്ടായി. അപ്പോൾ ഞാനിത് ഈ മെസ്സേജ് നിങ്ങൾക്ക് തരുന്നത് എൻ്റെ സുഹൃത്തുക്കൾ ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഈ തരത്തിലായിരിക്കില്ല നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നത്. ഒരു തേർഡ് പാർട്ടി ആപ്പിൽ നിന്ന് വരുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഒരിക്കലും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യരുത്. അഥവാ അങ്ങനെ ഒരു ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് ഒരു ആപ്പ് വരുവാണെങ്കിൽ നമ്മളത് പ്ലേ സ്റ്റോർ വഴി ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പ്ലേ സ്റ്റോർ വഴിയാണെങ്കിൽ ഫേക്കായിട്ടുള്ള പലതും അവിടെ ആയിരിക്കും, പലതും അവിടെ അവർ ക്രോഡീകരിച്ച് നമുക്ക് ഹാംഫുൾ ആവാത്തത് മാത്രമേ നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വന്നാൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ അത് നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്.